ഹൈറേഞ്ച് മേഖലയിലെ പോത്തിറച്ചി വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ചില പഞ്ചായത്ത് ഭരണസമിതികൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ. കന്നുകാലി ലഭ്യതയിലെ കുറവ് വാങ്ങൽ വിലയുണ്ടായ കുത്തനെ വർധനവ് മൂലമാണ് നിലവിലെ വിലവർദ്ധനവെന്നും വ്യാപാരികൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുകയാണെന്ന ആരോപണം യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കന്നുകാലി വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കേരളത്തിലേക്ക് എത്തുന്ന കന്നുകാലികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടൊപ്പം ജീവനുള്ള കന്നുകാലികളെ വാങ്ങൽ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഗതാഗത ചെലവ്, തൊഴിലാളികളുടെ വേതനം, തീറ്റ ചെലവ്, മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയും വർദ്ധിച്ചതോടെ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരികയാണെന്നും ഇവർ പറഞ്ഞു. ഈ സാഹചര്യങ്ങളുടെ ഫലമായാണ് മാംസവിലയിൽ വർധന ഉണ്ടായതെന്നും വില വർധനയ്ക്ക് പിന്നിൽ യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയോ കൃത്രിമ ക്ഷാമം സൃഷ്ടിയോ ഇല്ലെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ 50 രൂപ 1 കിലോ ബീഫിൽ വില കുറച്ച് വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ കത്തുകൊടുത്തു. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സ്ഥിതി. നമ്മുടെ കേരളത്തിൽ കന്നാലി വളർത്തലില്ല. ഈ പറഞ്ഞ പഞ്ചായത്തുകളിലൂടെ 3 പഞ്ചായത്തുകളാണ് പ്രത്യേകിച്ച് വന്നാണ് ഞങ്ങൾ അറിയുന്നത്. വാത്തുകുടി, ഇരട്ടയാറ്, കാമാക്ഷി പഞ്ചായത്ത്. ഈ നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഇറച്ചിക്കടയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്തുകൾ. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇറച്ചിക്കടകൾ സ്റ്റാളുകൾ ലേലം ചെയ്ത് കൊടുക്കുന്ന ഈ പഞ്ചായത്തുകൾ ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കട അടച്ചിട്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അന്യ സംസ്ഥാനങ്ങളിൽ ചത്തുവരുന്ന കന്നാലികളുടെ ഇറച്ചി 350 രൂപയ്ക്കും 300 രൂപയ്ക്കും ഇവിടുത്തെ വിപണി മൊത്തം കൈയടക്കി. ഞങ്ങളിപ്പോൾ ഒരെണ്ണം അർത്താൽ പോലും തീരുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വളരെ മോശം. അതിനെതിരെ സർക്കാരുകൾ ഒന്നും മിണ്ടുന്നില്ല. അവർ സർക്കാരാണ് അതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ കൃത്രിമ വില കൂട്ടും ചെയ്യുന്നതല്ല. കേരളത്തിൽ, മധ്യ കേരളത്തിൽ 550 രൂപ. പഞ്ചായത്തുകൾ വർഷങ്ങളായി നടത്തിയിരുന്ന ലേല നടപടികൾ അട്ടിമറിച്ചുവെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിപണിയിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ പരിഗണിക്കാതെയാണ് വ്യാപാരികൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നും അവർ ആരോപിച്ചു. പോത്തിറച്ചി വില നിർണ്ണയിക്കുന്നതിൽ പഞ്ചായത്തുകൾക്കോ പ്രാദേശിക സ്ഥാപനങ്ങൾക്കോ നേരിട്ട് ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ നിയമപരമായ നിലപാട് വ്യക്തമാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. വിപണിയിലെ ലഭ്യത, വാങ്ങൽ, വില, ഗതാഗത സാഹചര്യം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വില നിശ്ചയിക്കപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ ഒരേ നിരക്ക് എല്ലായിടത്തും നടപ്പാക്കുക പ്രായോഗികമല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കന്നുകാലി ലഭ്യത ഉറപ്പാക്കുന്നതിനും വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM സലീം, സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂനസ് ഇബ്രാഹിം, റോയി മാത്യു, റോബിൻ KM, മോബിൻ കുര്യൻ, ബോണി ഫിലിപ്പ്, ടിബിൻ ഫ്രാൻസിസ്, ആനന്ദ സാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.